ഗുഡ് മോർണിംഗ് ഓൾ. മാർക്കറ്റ് എല്ലാവരും പ്രതീക്ഷ പോലെ ഏറ്റവും പുതിയ ഹൈയിലാണ് നിൽക്കുന്നത്. പക്ഷേ പലരുടെയും സ്റ്റോക്ക് എത്രത്തോളം കയറിയിട്ടുണ്ട് എന്നുള്ള കൺഫ്യൂഷനിലാണ് പലരും നിൽക്കുന്നത്. നിഫ്റ്റി ഇപ്പോൾ ഏറ്റവും ഹൈയിലായാലും സ്റ്റോക്ക് എങ്ങനെയാണെന്നുള്ളതാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. ഇപ്പോൾ ഫെഡിൻ്റെ ഒരു റേറ്റ് ഔട്ട്കം വന്നു. എല്ലാവരും പ്രതീക്ഷിച്ചു 25, 50. 25 ആയാൽ ഓക്കെയാണ്. 50 ഡിസ്കൗണ്ട് ആയിരുന്നു. പക്ഷേ വീണ്ടും 50 പറയുന്നത് വെച്ചാൽ ഇപ്പോൾ എമർജിംഗ് മാർക്കറ്റ്സിന് വീണ്ടും പ്രശ്നമാവുമോ എന്ന് വിചാരിച്ച് പിന്നെ ഒരു ദിവസം മാർക്കറ്റ് കറക്റ്റ് ചെയ്തിട്ടു. പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ ഭയങ്കര കയറ്റമായിരുന്നു. 14,000 കോടിക്കാണ് ഇന്നലെ FX മാത്രം വാങ്ങിയത്. മാർക്കറ്റ് എന്തായാലും ബുള്ളിഷ് തന്നെയാണ്, സംശയമൊന്നുമില്ല. നമുക്ക് കുറച്ച് ചാർട്ട്സ് നോക്കാം. ഇത് നമ്മൾ കുറച്ച് നാളായിട്ട് ഫോളോ ചെയ്യുന്ന ചാർട്ടാണ്. എന്തായാലും മാർക്കറ്റ് ഒരു 3 ഫേസാണ്. എന്തായാലും കൺസോളിഡേഷൻ, അല്ലെങ്കിൽ ബുള്ളിഷ്, അല്ലെങ്കിൽ ബെയറിഷ്. എന്തായാലും ഇപ്പോൾ നല്ലൊരു ബ്രേക്ക് ഔട്ടിൽ അടുത്ത ചാനൽ നമ്മൾ മനസ്സിലാവും. ഇപ്പം എന്തായാലും ഒരു പുതിയ ചാനലിലോട്ട് വന്നിട്ടുണ്ട്. ഈ ലോ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ റിസൾട്ട്, നമ്മുടെ പാർലമെന്റ് റിസൾട്ടിൽ വന്ന ലോ ആണ്. June 4th June 3rd ആണ്. ആ ലോ ഹോൾഡ് ചെയ്തതായിട്ടാണ് ഇപ്പോൾ കറക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും അടുത്തൊരു ലെവലിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 പ്രാവശ്യം അതിന്റെ ഹൈ എടുക്കാനായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് മാർക്കറ്റ്. അതിനുശേഷം ഹൈ എടുത്തു എന്നുണ്ടെങ്കിലും അതിന് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചുവെങ്കിലും റിസൾട്ട് ഡേയുടെ തലേ ദിവസം ബ്രേക്ക് ഔട്ട് ഉണ്ടായി. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. റിസൾട്ടിന്റെ പ്രകാരം ഹൈ വോളറ്റൈലായിരുന്നു. പിന്നീട് മാർക്കറ്റ് അടിച്ചു. പതിയെ വീണ്ടും ആ റെസിസ്റ്റൻസിൽ താഴെ തട്ടിയെങ്കിലും പിന്നെ നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു പുതിയ ചാനൽ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ റേഞ്ച് വന്നിട്ട് ഒരു 1400, 1300 പോയിന്റ് ആണ്. അപ്പൊ ഈ റേഞ്ച് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 26,900 നിഫ്റ്റി പോലുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് ആ ചാനൽ മാത്രമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല സപ്പോർട്ട് റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ഒരു പെട്ടെന്ന് ഒരു അടിയടിച്ച് എന്തിനാണെന്ന് പലരും ചോദിച്ചു. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,700 ഒരു പിവോട്ട് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും ഈ പിവോട്ട് റെസിസ്റ്റൻസ് ഫ്രഷ് ആയിട്ട് വരുമ്പോഴത്തേക്കും അത് കൺസിഡർ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്യാപ്പ് ഫിൽ ചെയ്യാനായിട്ട് മാർക്കറ്റ് ശ്രമിക്കാറുണ്ട്. അപ്പൊ 25,700 ഒരു പിവോട്ട് റെസിസ്റ്റൻസ് കണ്ടപ്പോൾ അത് സസ്റ്റെയിൻ ചെയ്തു, കയറി വന്നു. പക്ഷേ പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് കൊടുത്തു. 25,700 അത് ഒരു 20-30 പോയിന്റ് എക്സ്ട്രാ കയറി. പക്ഷെ അത് എന്നിട്ടും ആലോചിച്ചു, അടിക്കാതെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ റെസിസ്റ്റൻസ് കറക്റ്റായിട്ട് ഫീൽ ചെയ്തു, പെട്ടെന്ന് അടിച്ചു, പിന്നെ പെട്ടെന്ന് കയറി. 25,700 പിവോട്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് മാർക്കറ്റിനെ അടിപ്പിച്ചത്. തിരിച്ച് വീണ്ടും കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ദിവസം അങ്ങോട്ട് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യും തോറും 25,600, 650 സപ്പോർട്ട് കിട്ടാം. പക്ഷെ ഇപ്പോഴത്തെ 25,500, 550 നല്ല സപ്പോർട്ടാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ 25,700 താഴെ ക്ലോസ് ചെയ്യുന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പൊ ഇപ്പൊ നിൽക്കുകയാണെങ്കിൽ 25,500, 25,550 നല്ല സപ്പോർട്ടാണ്. സർ കുറച്ച് ദിവസം മുന്നേ, അതായത് ഇന്നലെ മുതലാണ് അതായത് HDFC ബാങ്ക്, ICICI ബാങ്ക്, റിലയൻസ് ഇതിന് മാത്രം സപ്പോർട്ട് നിർത്തി നിഫ്റ്റി ഒരു ട്രെൻഡ് കൊണ്ടുപോകുക മാത്രമാണ് ചെയ്തത്. മിഡ് ക്യാപ്പിൽ സ്മോൾ ക്യാപ്പിൽ മൊമെന്റം അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൊമെന്റം വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് മൊമെന്റം തീർച്ചയായിട്ടും ഉണ്ടോ? നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് കുറച്ച് റെക്കമെൻഡേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ സൊമാറ്റോ നന്നായിട്ട് കയറുന്നുണ്ട്. പിന്നെ FTC ടാർജറ്റ് അടിച്ചു, EKC, പിന്നെ ബാലു ഫോർജ്, പ്രസിഷൻ വയർ, പിന്നെ അല്ലാണ്ട് ITD സിമന്റ് ഇറങ്ങിപ്പോയെങ്കിലും ഇന്നലെ തിരിച്ചു കയറി. ITD സിം വേറെ ITയും ഫാർമയും ഡിഫൻസീവ് സെക്ടർ നിൽക്കുമ്പോഴേ ബാങ്ക് മാത്രം കയറുമ്പോഴേ അത് ഫ്രണ്ട് ലൈനിലോട്ടാണ് ഇത് വരുന്നത്, അട്രാക്ഷൻ വരുന്നത്. അപ്പോൾ ഫ്രണ്ട് ലൈൻ നിൽക്കും തോറും മാർക്കറ്റ് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിലോട്ട് മൊമെന്റം കുറച്ച് ഷിഫ്റ്റ് ചെയ്തിട്ട് ഡൈവേഴ്സിഫൈഡ് ഇട്ടാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം. ഉറപ്പായിട്ട് മാർക്കറ്റിന് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, കയറും. പിന്നെ ഈ ഇടയ്ക്ക് വന്ന ഈ കുറച്ച് റെക്കമെൻഡേഷൻ എല്ലാം ഷോർട്ട് ടൈമിലായിട്ട് പറയുന്നതാണ്. ഇതിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അത്രയും വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇതെല്ലാം ഒരു ടെക്നിക്കലി ഒരു മൊമെന്റം നോക്കി പറയുന്നതാണ്. ഇതിലെ വിഷയം നമ്മളൊരു ചില സ്റ്റോക്കുകൾ പർട്ടിക്കുലർലി സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് പ്രശ്നം എന്ന് വെച്ചാൽ സാറേ എല്ലാം അതിന്റെ വിഷയം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു 200 സ്റ്റോപ്പ് ഒരു ലെവൽ ഒരു റെക്കമെൻഡേഷൻ പറയുന്നുണ്ട്. 200 പറഞ്ഞാൽ അതിന്റെ ടാർഗറ്റ് ഒരു 250 വെച്ചിട്ട് 180 സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയാണെങ്കിൽ 180ക്ക് ബിലോ പോകുമ്പോഴത്തേക്കും ടെക്നിക്കലി ചിലപ്പോൾ വീക്ക് ആവും. ചിലപ്പോൾ 150 140 പോയിട്ട് തിരിച്ച് വന്നേക്കാം. ചിലപ്പോൾ ഫണ്ടമെന്റലി അത് വീക്കായ സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമ്മുടെ പോർട്ട്ഫോളിയോ കാലകാലം നിൽക്കും. അപ്പൊ സാറ് ഇയാൾ പറഞ്ഞിട്ട് അന്ന് പിടിച്ചതാണ്, ഇതേവരെ കയറിയിട്ടില്ല എന്ന് പറയും. അത് ഒഴിവാക്കിയിട്ട് വേറെ ചാൻസ് ഒരുപാടുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഒരു P/TC സ്കോർ എന്ന് പറയും, 1 തൊട്ട് 10 വരെ. അതിൽ 1 തൊട്ട് 3 വരെ ബിലോ ആവറേജും
3-നും 6-നും ആവറേജും 6-ന് എബോ നല്ല ബെസ്റ്റും അല്ല എബോ ആവറേജും 8-ന് മുകളിൽ ബെസ്റ്റും എന്നാണ് പറയുന്നത്. അത് ഈ ഒരുപാട് കയറിയ എ സ്റ്റോക്കിന് നമ്മൾ കൺസിഡർ ചെയ്തില്ലെങ്കിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും കുറച്ച് കൺസിഡർ ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ എബോ 6 ഉള്ള ഒരു സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇറങ്ങിപ്പോയാലും അത് കയറി വരും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ITD സിമെന്റ്. ഒരുപാട് ഇറങ്ങിയിട്ടാണ് കയറിയത്, BLS ഇറങ്ങി നിൽക്കുകയാണ്. എങ്കിലും അങ്ങനെയുള്ള സ്കോർ നോക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും. പക്ഷെ സ്റ്റോപ്പ് ലോസ് ഇട്ട് ചെയ്യുന്നതായിരിക്കും ഷോർട്ട് ടൈമിൽ കുറച്ച് നല്ലത്. ഇല്ലെങ്കിൽ അത് കാലാകാലം കിടക്കും ഫണ്ടമെന്റൽ ഓക്കെ അല്ലെങ്കിൽ. സാർ അത് പല സമയത്തും ഈ സെക്ടർ മാറാറുണ്ട്. ഇപ്പോൾ ഈ ഇർക്കോണിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റോക്കിലൊക്കെ വരുന്ന വെച്ചാൽ ഈ ബഡ്ജറ്റിന്റെ അനുബന്ധിച്ച് അട്രാക്ഷൻ വരും. ആ സമയത്തായിരിക്കും കുറച്ചുകൂടി മൊമെന്റം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരുപാട് കയറി ഇപ്പം മൊമെന്റം കംപ്ലീറ്റ് ഉണ്ടാകുന്ന ഫ്രണ്ട്ലൈൻ സ്റ്റോക്കിലാണ്. ICICI ബാങ്ക്, HDFC ബാങ്കിലാണ് മൊമെന്റം ഉള്ളത്. പിന്നെ ഡിഫൻസ് ഇപ്പോൾ സൊമാറ്റോയും ജൂബിലന്റ് ഫുഡ് ഡിഫൻസ് സ്റ്റോക്കായിട്ട് മാറുകയാണ്. മിഡ് ക്യാപ്പാണ്. ഇർക്കോൺ മിഡ് ക്യാപ്പാണ്. ഓക്കെ, താങ്ക് യു.